കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് അഭിമാനമായി 9 യുവതി യുവാക്കൾ സർക്കാർ ജോലിയിലേക്ക്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. യൂണിഫോം സേനയിലേക്കുള്ള പരിശീലനത്തിൽ പങ്കെടുത്ത പട്ടികവർഗ മേഖലയിലെ 9 യുവതി യുവാക്കളാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനത്തിന്റെ ഉത്തരവ് ലഭിച്ചത്. ട്രൈബൽ മിഷൻ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് മയിലിലെ ഡ്രോൺ അക്കാദമിയിൽ പരിശീലനം ഉൾപ്പെടെ നൽകിയിരുന്നു. ഇവരുടെ കായികശേഷിയും മികച്ച പരിശീലനവും ജോലി നേടണമെന്നുള്ള വാശിയും നിയമനം ലഭിക്കുന്നതിന് മുതൽക്കൂട്ടായി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി ആദ്യഘട്ട നിയമനം ലഭിച്ചവരിൽ ആറളം ഫാമിലെ 5 പേരുൾപ്പെടെ 7 യുവാക്കളും 2 യുവതികൾക്കുമാണ് നിയമന ഉത്തരവ് ലഭിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. ആളുകളുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ. അതിൽ 10 പേർക്കാണ് ആദ്യത്തെ അഡ്വൈസ് മെമ്മോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ പോലീസിലേക്കും അതോടൊപ്പം നിരവധി യൂണിഫോം സേനയിലേക്ക് 63 പേർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അവർക്ക് ഏത് നിമിഷവും അതിലേക്കുള്ള അവസരമൊക്കെ ലഭിക്കും. ഏതായാലും ഇത് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ ഒരു ട്രൈബൽ മിഷനാണ് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സ്വരാജ് ട്രോഫിക്ക് അർഹമാക്കിയത് 3 ഘടകങ്ങളാണ്. ആ 3 ഘടകങ്ങൾ ആരോഗ്യ രംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പട്ടികവർഗ മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ട്രൈബൽ മിഷനാണ്. മൂന്നാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് ഭിന്നശേഷി വയോജന മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ്. ഇതിനു പുറമെ ഈ വിഭാഗത്തിൽപ്പെട്ട 59ഓളം യുവതി യുവാക്കൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലായുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും ജില്ലാ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണെന്നും താല്പര്യമുള്ളവരെ കണ്ടെത്തി പരിശീലനം തുടർന്നു വരുന്നതായും പി ദിവ്യ പറഞ്ഞു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ടെന്നും ജില്ലാ പഞ്ചായത്തിനോടും ഡ്രോൺ അക്കാദമിയോടും ഒരുപാട് നന്ദിയുണ്ടെന്നും ഈ നിമിഷത്തിൽ എന്തു പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ് അനുഭവപ്പെട്ടതെന്നും പട്ടികവർഗ മേഖലയിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി ആദ്യഘട്ടത്തിൽ നിയമനം ലഭിച്ചവരിൽ ഒരാളായ ശ്രീജിത്ത് പറഞ്ഞു. ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയി തന്നെ പറയാം. എനിക്കിപ്പോൾ എന്നാ പറയേണ്ടതെന്നറിയില്ല, എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ആയിപ്പോവും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നെ ജില്ലാ പഞ്ചായത്തിനും അതേപോലെ തന്നെ ഡ്രോൺ അക്കാദമിക്കും അതിൻ്റെ വളരെ അധികം നന്ദിയുണ്ട്. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഡ്രോൺ അക്കാദമി നമ്മളെ ഈ ഒരു ലെവലിലേക്ക് ആക്കിയെടുത്തത്. കാരണം നമ്മുടെ കോച്ചിങ് പറഞ്ഞാൽ 24 മണിക്കൂറും അതേപോലെ 24 മണിക്കൂറും എന്നാണ്. സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് ആവശ്യമായ പരിശീലനം നൽകി വരുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ടി സരള, വി സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. പഴയങ്ങാടി കണ്ണൂർ.